കോയമ്പത്തൂരിൽ നിന്നുള്ള NDRF സംഘം നാളെ ശബരിമലയിലെത്തും എന്ന വാർത്ത. ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, കേന്ദ്രസേന എത്തിയിട്ടില്ല എന്നുള്ളത് അത് തിരിച്ചടിയായിട്ടുണ്ട് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ. നമ്മൾ ആ വാർത്ത നൽകിയതാണ് കുറെ മുൻപ്. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ കേന്ദ്രസേന എത്തിയിട്ടില്ല എന്നുള്ളിടത്ത് നാളെ എത്തുമെന്നുള്ളതാണോ? അനുജ, കേന്ദ്ര സംഘം അതായത് NDRF ദേശീയ ദുരന്ത നിവാരണ പ്രതിരോധ സേന അത് നാളെ ശബരിമലയിൽ എത്തും എന്നുള്ള വിവരമാണ് ഇപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ നൽകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമല സീസണ് 10 ദിവസം മുൻപൊക്കെയാണ് NDRF സംഘം അവിടെ എത്താറുള്ളത്. പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലും അടക്കം അവർ ക്യാമ്പ് തുറക്കുകയും അവിടെ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണ ഈ ദേശീയ ദുരന്ത നിവാരണ സേന അവിടെ എത്തിയിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഉണ്ടായ ഈ ആൾത്തിരക്കും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നേരത്തെ സംസ്ഥാന സർക്കാർ ഇവരെ അയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും നാളെ രാവിലെ NDRFിൻ്റെ ഒരു ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അത് പമ്പയിൽ എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ്. അവിടെ നിന്ന് ഈ സംഘം സന്നിധാനത്തേക്ക് പോകും. പമ്പയിലും നിലയ്ക്കലും സന്നിധാനത്തും ഉൾപ്പെടെ NDRFിൻ്റെ സേവനം നാളെ മുതൽ ഉണ്ടാകുമെന്നുള്ള ഒരു അറിയിപ്പ് കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ NDRF സംഘം പമ്പയിൽ എത്തിച്ചേരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതെ, കോയമ്പത്തൂരിൽ നിന്നുള്ള NDRF സംഘം ശബരിമലയിലേക്ക് എത്തും. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ അവർ ശബരിമലയിലേക്ക് എത്തും എന്നുള്ള വിവരമാണ് ശ്യാംകുമാർ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.